നമ്മളുടെ ഇപ്പോൾ പൊതുപ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ പൊതുപ്രവർത്തകരല്ലെന്നും അവർ വെറും കൊള്ളസംഘങ്ങളാണെന്നുള്ളത് ഇവിടെ അറിയാത്ത ആരാ ഉള്ളത്? ആ മനുഷ്യൻ കൈത്തോടിൽ പെട്ടുപോയതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 3.5-ക്കും 4 കോടിക്കും ഇടയിലുള്ള ഓരോ മനുഷ്യനും അതിനകത്ത് ഉത്തരവാദിത്വം. നമ്മൾ പൊതുസ്ഥലങ്ങളിൽ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അത് നമ്മൾ നിശ്ചയമായും ഉപേക്ഷിച്ചേ പറ്റൂ. അതൊക്കെയാണ് ശരിക്കുള്ള പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട. പൊതുജനം എന്ന നിലയിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം നിശ്ചയമായുമുണ്ട്. മഴ പെയ്യുമ്പം ദയവായിട്ട് ഈ ഓടയ്ക്ക് കവറിട്ടതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ ശ്രമിക്കരുത്. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടോടെ വന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ചെറിയ കൈത്തോട് വൃത്തിയാക്കാൻ അവിടെ ഇറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി അതിൻ്റെ ഒഴുക്കിൽപ്പെട്ടു പോവുകയും 2-3 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരം പോലും റിക്കവർ ചെയ്യാനാവാതെ 3-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരം ഏകദേശം 1 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത സംഗതി. നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും ബഹളവും എന്തുപകാരമാണ് വാസ്തവത്തിൽ ഇത്. ആ മനുഷ്യൻ മരിച്ചു എന്നുള്ളൊരു ഫാക്റ്റാണ്. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾ ഇറങ്ങിയ തോടിനെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അതിനകത്തില്ലാത്ത സാധനങ്ങളുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികളായിക്കൊള്ളട്ടെ, കൂടുകളായിക്കൊള്ളട്ടെ, മാലിന്യങ്ങളായിക്കൊള്ളട്ടെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു വലിയ ശേഖരം. നമ്മളുടെ ഏത് കൈത്തോട് പരിശോധിച്ചാലും, ഏത് വെള്ളമൊഴുകി പോകുന്ന ചാല് പരിശോധിച്ചാലും നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ ഇത്. ഇപ്പം ഞാനിവിടെ നടക്കാൻ പോകുന്ന വഴിയിൽ ഒരു ഓടയുണ്ട്, ഏകദേശം ഒരു 4 അടി താഴ്ചയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ 4 അടിയുടെ മുകളിലുള്ള സ്ഥലത്ത് അവർ സ്ലാബ് ഇടാൻ വേണ്ടി ചെറിയ ബീമുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 അടി വീതിയുള്ള 2-2.5 അടി വീതിയുള്ളൊരു ചാലാണ്. ആ ചാലിൻ്റെ മുകളിൽ കൂടി സ്ലാബ് ഇട്ടിട്ടില്ല. സ്ലാബ് ഇടാൻ വേണ്ടി ചെറിയ ചെറിയ ബീമുകൾ വാർത്ത് വെച്ചിട്ടുണ്ട് ഒരു 10 അടി അകലത്തിൽ. അപ്പോൾ ഈ ഭാഗത്ത് മഴ പെയ്താൽ ആ ചാലങ്ങോട്ട് നിറഞ്ഞൊഴുകുന്ന സമയത്ത് പിറ്റേ ദിവസം പോയാൽ കാണുന്ന ആ ബീമിൽ മുഴുവൻ പ്ലാസ്റ്റിക് ഇങ്ങനെ അടിഞ്ഞുകൂടി, പ്ലാസ്റ്റിക് കൂടുകളും കുപ്പികളും പ്ലാസ്റ്റിക് ചാക്കുകളും ടാർപോളിൻ ഷീറ്റുകളും എല്ലാം ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുന്നതാണ്. ഇത് കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ. ആരാ ഇതവിടെ കൊണ്ടിടുന്നത്? നമ്മളുടെ ഇപ്പോൾ പൊതുപ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ പൊതുപ്രവർത്തകരല്ലെന്നും അവർ വെറും കൊള്ളസംഘങ്ങളാണെന്നുള്ളത് ഇവിടെ അറിയാത്ത ആരാ ഉള്ളത്? അവർ വൃത്തിയാക്കുമെന്ന് വിചാരിച്ചാണോ ഞാൻ വെള്ളം കുടിച്ചിട്ട് കുപ്പി അങ്ങോട്ട് വലിച്ചെറിയുന്നത്? അവർ വൃത്തിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഈ പ്ലാസ്റ്റിക് കൂടെ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നത്? ആ മനുഷ്യൻ കൈത്തോടിൽ പെട്ടുപോയതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 3.5-ക്കും 4 കോടിക്കും ഇടയിലുള്ള ഓരോ മനുഷ്യനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു വേസ്റ്റ് മെറ്റീരിയൽ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന സമയത്ത് അത് ഒഴുകിയെത്തുന്ന ഇത്തരം വെള്ളച്ചാലുകളിലേക്കാണ്. അത്തരം ഒരു വെള്ളച്ചാൽ അയാൾ കുടുങ്ങിപ്പോയെന്നേ ഉള്ളൂ. നിങ്ങളുടെ അരിയിൽ കൂടെ ഒഴുകുന്ന വെള്ളച്ചാലിൽ നാളെ നിങ്ങളുടെ മക്കൾ കുടുങ്ങിയേക്കാം, നിങ്ങൾ തന്നെ കുടുങ്ങിയേക്കാം. ഇത് ഈ പ്രകൃതി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്ന ഓരോരുത്തരും ഈ പ്രശ്നത്തിന് ഉത്തരവാദികളാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മളിത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇത് വൃത്തിയാക്കും നിങ്ങൾ വിചാരിക്കരുത്. മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഇരിക്കുന്ന ഒരാൾ പോലും, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ പോലും പൊതുജനത്തെ സേവിക്കാനല്ല, സ്വയം സേവിക്കാനും അവരുടെ കൊള്ളസംഘത്തെ സേവിക്കാനും വേണ്ടി മാത്രം പോയി അവിടെ ഇരിക്കുന്നവരാണ്. അവിടെ കൃത്യമായ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, ഇല്ല അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചെറിയ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, കിട്ടുന്ന ലോണുകൾ മുഴുവൻ എടുക്കും. അത് മുഴുവൻ വീതം വെച്ച് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അവരുടെ പ്രസ്ഥാനവും അതുപോലെ ഉദ്യോഗസ്ഥരും കൂടി വീതം വെച്ച് ഭക്ഷണം കഴിക്കും. ഇതുപോലെ തോട്ടിക്കൂടെ ഒഴുകുന്ന മാലിന്യങ്ങളൊക്കെ വല്ലപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വന്നാൽ അവരേതെങ്കിലും കരാർ തൊഴിലാളിക്കാരനെ വിളിക്കും. അവൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിനകത്ത് ഇറങ്ങും, അപകടത്തിൽപ്പെടും. ഇത് ഇപ്പം മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമല്ല, കേരളത്തിൽ ഇതിനു മുമ്പും സമാനമായ സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ സോഴ്സുകൾ ചീത്തയാവുന്നതിന് എൻ്റെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളുടെ പറമ്പിലായിക്കൊള്ളട്ടെ, പൊതുസ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മൾ വലിച്ചെറിയുകയില്ല. നമുക്കറിയാം ഇതൊന്നും ഡിസ്പോസ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കത്തിക്കരുത് എന്നിവർ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ പ്രസ്താവിക്കുമെങ്കിലും വീടുകളിൽ വന്ന് കൃത്യതയോടെ ഈ സാധനം കളക്ട് ചെയ്തു പോകുന്ന സംവിധാനങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിലില്ല. അഥവാ ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം ആദ്യത്തെ 1 മാസം 2 മാസം വളരെ സിസ്റ്റമാറ്റിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യർ ഈ വഴിക്കാണില്ല. അടുത്ത മാസം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അല്ല മഴയില്ല, മഴയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, വണ്ടിയില്ല, എന്തെങ്കിലും ഒരു കാരണം അവർ പറയും. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല.
കാരണം ഇത്തരം തൊഴിലാളികൾ ആരും പ്രോപ്പറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നവരല്ല. ഇവരെല്ലാവരും പാർട്ടിക്കാരുടെ പേരിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകളുടെ പേരിലും ഓരോ സ്വാധീനത്തിൽ അവിടെ കയറിയിരിക്കുന്നവരാണ്. അവർക്ക് തൊഴിൽ ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. അവർക്കാകെ താല്പര്യമുള്ള അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ മാത്രമാണ്, ശമ്പളം മാത്രമാണ്. അപ്പോൾ എങ്ങനെ തൊഴിൽ ചെയ്യാതെ ശമ്പളം വാങ്ങിക്കാം എന്നുള്ളതാണ് അവരുടെ ഗവേഷണം. അവരെ നിയന്ത്രിക്കാൻ തലപ്പത്തിരിക്കുന്നവർക്കാവില്ല. കാരണം അവർ ചെയ്യുന്നതും ഇതുപോലെ പങ്കുപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം ഒരു ദൂഷിത വലയമാണ്, ഒരു കൊള്ളസംഘമാണ്. അപ്പോൾ ഇവർ നമ്മുടെ നാടിനെ അങ്ങ് രക്ഷിച്ച് കളയുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ നാടിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് മിക്കവാറും അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് അവിടെ ഇറങ്ങിയിട്ട് ആ പ്ലാസ്റ്റിക് മുഴുവൻ ആ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിടുന്നത്. ചിലപ്പോൾ മാസങ്ങളോടുള്ള കൂടി കിടക്കുന്നതാണ്. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും കോർപ്പറേഷൻ വന്ന് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അത് നമ്മൾ നിശ്ചയമായും ഉപേക്ഷിച്ചേ പറ്റൂ. അതൊക്കെയാണ് ശരിക്കുള്ള പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കൂ. പൊതുസ്ഥലത്തേക്ക് ഒരു സാധനം വലിച്ചെറിയുന്ന സ്വഭാവം ഇന്നു മുതൽ ഞാൻ ഉപേക്ഷിച്ചു എന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുകയില്ല. ഒരു ന്യൂസ് കണ്ടതാണ്, തൃശ്ശൂർ ഒരു അമ്മ ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ട് റോഡിൽ വെള്ളമാണ്. അപ്പം ഒരു വണ്ടി വന്നപ്പം വെള്ളം അങ്ങ് തള്ളി വരുമല്ലോ. അപ്പോൾ അവർ പേടിച്ചിട്ട് സൈഡിലുണ്ടായിരുന്ന കാൽനടക്കാർക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ആ സ്ലാബ് ഇട്ട് മൂടിയ സ്ഥലത്തോട്ട് കയറി നിന്നു. അവർ കയറി നിന്നതേ ഓർമ്മയുള്ളൂ. സ്ലാബ് പൊട്ടിട്ടും എന്ന് പറഞ്ഞ് അമ്മയും കുഞ്ഞും കൂടെ താഴെ വീണു. കൊച്ചു കയ്യിൽ നിന്ന് വിട്ടുപോയി, ചാലിലൊഴുകിപ്പോയി. തൃശ്ശൂരാണ് സംഭവം. അവരോടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, ആളുകൾ ഓടിക്കൂടി. ഭാഗ്യവശാൽ തലയിൽ ചോറുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു 100 മീറ്ററോളം താഴെ ഓടിപ്പോയിട്ട് അവിടെ കാത്തു നിന്നു. ഈ കൊച്ച് ഈ ഓടയ്ക്കകത്തോടെ ഒഴുകി 100 മീറ്റർ സ്ഥലത്ത് നേണ്ട കാലിൽ തട്ടി അയാൾ പൊക്കിയെടുത്തു. അതുകൊണ്ട് കൊച്ചിനെ ജീവനോടെ കിട്ടി. ഇല്ലെങ്കിൽ ആ കൊച്ചു പോയേനെ. നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട ആളുടെ അതേ കാര്യം ആ കുഞ്ഞിനും സംഭവിച്ചേനെ. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഓടയ്ക്കൊക്കെ സ്ലാബിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആളുകളാണ്. അതുകൊണ്ട് അത് ഏത് നിമിഷവും പൊട്ടി ഒടിഞ്ഞ് താഴെ വീഴാം. അതുകൊണ്ട് മഴ പെയ്യുമ്പം ദയവായിട്ട് ഈ ഓടയ്ക്ക് കവറിട്ടതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ ശ്രമിക്കരുത്. റോഡിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ മാത്രം നടക്കുക, ഓട കവർ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ നടക്കരുത്. ഏത് സ്ലാബ് പൊട്ടിയാണ് നിങ്ങൾ താഴെ വീഴുമെന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്ലാബുകൾ ഇട്ടിട്ടുള്ള സ്ഥലത്ത് ഒരു സ്ലാബ് പൊട്ടി നിങ്ങൾ താഴെ വീണാൽ നിങ്ങൾ ഒഴുക്കിപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ടണലിലൂടെയാണ് ഒഴുകുന്നത്, ശ്വാസം കിട്ടില്ല, നിങ്ങളെ കണ്ടെത്താനും കഴിയില്ല. ഇതുപോലെ മാലിന്യമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. എവിടെ പോയിട്ടാൽ നിങ്ങൾ തടഞ്ഞു കിടക്കാമെന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത് 100 മീറ്റർ താഴെ എത്തി ഓപ്പൺ ഏരിയയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനിടയിൽ എവിടെയെങ്കിലും മാലിന്യങ്ങൾ ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞവിടെ തടഞ്ഞിരുന്ന് ശ്വാസം മുട്ടി മരിച്ചുപോയി. അപ്പം ഇത്തരം കാര്യങ്ങളുണ്ട്. ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ച ഈ ചെറിയ ഇപ്പം പറഞ്ഞ ആ പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓട എന്ന് പറഞ്ഞ് ഈ കോൺക്രീറ്റ് മൂടിയിട്ടുള്ള സാധനത്തിന് മുകളിൽ ചവിട്ടുമ്പോൾ 10 വട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴായത് ഒടിഞ്ഞ് താഴെ വീഴുമെന്ന് പറയാൻ പറ്റില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ പല പ്രാവശ്യം ആളുകൾ സ്ലാബ് പൊട്ടി ഓടയിൽ വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മഴക്കാലത്തല്ലാത്തത് കൊണ്ട് കാലിന് ഉളുക്കുകയോ പിന്നെ കഴുത്തോളം ചെളി പറ്റുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഒഴുക്കിൽ പെട്ട് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും പൊതുജനം എന്ന നിലയിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം നിശ്ചയമായുമുണ്ട്. പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാരും പൊതുപ്രവർത്തകരല്ല എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാനിത് പൊതുപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. വളരെ ചുരുക്കമായി നല്ല മനുഷ്യരില്ല എന്ന് പറയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ കണ്ട ഈ കാര്യം പോലെയുള്ള സംഗതികൾ വരുമ്പോൾ ഇത്തരത്തിൽ പറഞ്ഞു പോകുന്നതാണ്. കോർപ്പറേഷൻ ഗവൺമെൻറ്റിനോട് പറയും, ഗവൺമെൻറ് റെയിൽവേനെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അവർ വിരൽ ചൂണ്ടി ചീത്ത വിളിക്കും. ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. നാളെ ഈ തോട് ഇതുപോലെ തന്നെ ഉണ്ടാവും. നാളെയും അവിടെ ശുചീകരണ തൊഴിലാളി ഇറങ്ങും. അവൻ്റെ ആയുസ്സിന് ബലമില്ലെങ്കിൽ അവൻ ഒലിച്ചു പോവുകയും ചെയ്യും. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.